ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് വണ്ടർലെസ് മല്ലു കപ്പിൾ ചാനൽ. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോൾ അൽബേനിയയിലാണുള്ളത്. അൽബേനിയയിലുള്ള 1-2 ദിവസത്തെ വിശേഷങ്ങളായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ പങ്കുവച്ചത്. എന്നാൽ അൽബേനിയൻ ട്രിപ്പിൻ്റെ 3-4 ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അൽബേനിയയിലെ തിരാനയിൽ നിന്ന് ബെരാറ്റിലേക്ക്, അതായത് സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്ന് പറയുന്ന ബെരാറ്റിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇന്ന്. കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് തിരാനയിലെ എയർബിഎൻബിയിലായിരുന്നു. എന്നാൽ ആ എയർബിഎൻബി ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ബെറാറ്റിലേക്ക് തിരിക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ യാത്രയാണ് തിരാന സെൻറ്ററിൽ നിന്ന് ബെറാറ്റിലേക്ക് ഉള്ളത്. തിരാന സെൻറ്ററിൽ നിന്നുള്ള തിരക്കൊക്കെ മാറിയതോടെ തന്നെ അതിമനോഹരമായ റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. 2 സൈഡിലും കൃഷി സ്ഥലങ്ങളും അതിനോട് ചേർന്നുള്ള വീടുകളും അതിൻ്റെ പിന്നിലായിട്ട് മഞ്ഞുമലകളും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി കൂടാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ ബെറാറ്റ് സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബെറാറ്റ് സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ബെറാറ്റ് സിറ്റി ഒരു യുനെസ്കോ ഹെറിറ്റേജ് പ്ലേസ് ആണ്. സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്നാണ് ബെറാറ്റ് സിറ്റി അറിയപ്പെടുന്നത്. യൂറോപ്പിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായ ബെറാറ്റിന് ഏകദേശം 2400 വർഷത്തെ പഴക്കമുണ്ട്. കുന്നിൻ ചെരുവിലായി ഒന്നിനു മുകളായി ഒന്നായി അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്ന ഈ വെളുത്ത വീടുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മതസൗഹാർദ്ദത്തിന്റെയും വലിയൊരു മാതൃക കൂടിയാണ് ഈ നഗരം. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ ഇവിടെ ഒത്തൊരുമയോടെ കഴിയുന്നു. ഒസൂമി നദിയുടെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന മംഗലയും ക്വാർട്ടർ, അതുപോണക്ക് ഗ്ലോറിക്ക ക്വാർട്ടർ എന്ന് പറയുന്ന 2 ക്വാർട്ടറുകളിലായിട്ടാണ് ഇവിടെ ഈ വാസസ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. BC 4-ാം നൂറ്റാണ്ടിൽ ഇലീറിയൻ ഗോത്രക്കാരാണ് ഈ നഗരം സ്ഥാപിച്ചത്. അതിനുശേഷം റോമൻ, ബൈസന്റേനിയൻ സാമ്രാജ്യങ്ങളുടെ ഭാഗമായി ഈ നഗരം മാറ്റപ്പെട്ടു. ആ കാലഘട്ടത്തിലാണ് ഇവിടുത്തെ പ്രശസ്തമായ കോട്ടകളും പള്ളികളുമൊക്കെ നിർമ്മിക്കപ്പെട്ടത്. അതിനുശേഷം 1417 ഒട്ടോമൻ സാമ്രാജ്യം ബെറാറ്റ് കീഴടക്കിയപ്പോഴാണ് ഈ നഗരത്തിന് ഇന്നത്തെ രൂപം കൈവന്നത്. ഇസ്ലാമിക വാസ്തുവിദ്യയും ക്രിസ്ത്യൻ പാരമ്പര്യവും ഒത്തുചേർന്ന ഒരു നഗരമായി അതിനുശേഷം ഇത് മാറ്റപ്പെടുകയായിരുന്നു. അങ്ങനെ ബെറാറ്റിലെത്തിയ ഞങ്ങൾ കാറിൽ തന്നെ ഒസൂമി നദിയുടെ ഇരുവശങ്ങളിലൂടെയും സഞ്ചരിച്ച് ആദ്യം പരമാവധി ആ ഒരു സിറ്റി ഓഫ് 1000 വിൻഡോസിൻ്റെ വ്യൂ ആസ്വദിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം ഒരു കാർ പാർക്ക് കണ്ടുപിടിച്ച് കാർ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ആ ഗ്ലോറിക്ക ബ്രിഡ്ജിലൂടെ ക്രോസ് ചെയ്ത് മംഗലയം ക്വാർട്ടറിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. ആ ഗ്ലോറിക്ക ബ്രിഡ്ജിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒസൂമി നദിയും അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടുള്ള ഈ സിറ്റി ഓഫ് 1000 വിൻഡോസും മനോഹരമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. അൽബേനിയയിൽ ഇപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ പല കടകളും ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പല റെസ്റ്റോറൻറ്റുകളിലും നോക്കിയെങ്കിലും പലതും ക്ലോസ്ഡ് ആയിരുന്നു. ഈ സിറ്റി ഓഫ് 1000 വിൻഡോസിൽ കാണുന്ന ഈ വീടുകളിൽ പലതും ഇന്ന് റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒക്കെ ആയി മാറ്റിയിട്ടുണ്ട്. അതിനിടയിലൂടെയുള്ള ഈ വഴി കാണുവാനായിട്ട് നല്ല ഭംഗിയാണ്. പൂക്കളൊക്കെ വെച്ച് അവർ മനോഹരമായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ കുടിവെള്ളത്തിനുള്ള ഒരു സിസ്റ്റം കണ്ടോ, വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നി. ഇവിടുന്ന് ആളുകൾ കുടിക്കുന്നത് ഞങ്ങൾ കാണുവാനായിട്ട് ഇടയായി. ഇങ്ങനെ ഈ വീടുകൾക്കുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ഏതെങ്കിലും ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അവയെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ കുറേ സമയം തപ്പിയിട്ട് ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് കിട്ടി. അവിടെ നിന്ന് അന്നത്തെ ലഞ്ച് കഴിച്ച് ഞങ്ങൾ മുകളിൽ ബെറാറ്റ് കോട്ടയിലേക്ക് പോകുവാനാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. ഇവിടുത്തെ മറ്റൊരു അത്ഭുതമാണ് ബെറാറ്റ് കോട്ട. സാധാരണ കോട്ടകളിൽ നിന്ന് വ്യത്യസ്തമായി നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും ആളുകൾ ഈ കോട്ടയ്ക്കുള്ളിൽ താമസിക്കുന്നുണ്ട് എന്നത് വലിയൊരു പ്രത്യേകതയാണ്. കല്ലുപാകിയ ഇടുങ്ങിയ തെരുവുകളും പുരാതനമായ പള്ളികളും ഇവിടെ നമ്മളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ബെറാറ്റ് കാസിലിൻ്റെ മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുകയാണ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ബെറാറ്റ് കാസിലിനുള്ളിൽ കാർ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾ ജസ്റ്റ് ഗേറ്റിന് ഓപ്പോസിറ്റായിട്ടാണ് പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. കാരണം ഒരു കാസിലിനുള്ളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നു, അവിടെ മറ്റ് ഷോപ്പുകളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ച ഫീലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ പല സുവനീർ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ കല്ല് പതിച്ച നടപ്പാതയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നല്ല ഫോട്ടോസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെയുള്ള ആ ബെറാറ്റ് കാസിലിനുള്ളിൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം
ആകെ തോന്നിയ ഒരേ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ഈ കല്ല് പാകിയ വഴികളും അതുപോലെ കയറ്റവുമായതുകൊണ്ട് ഞങ്ങളുടെ സ്ട്രോളർ ചെറുതാണ്. സോ അവന്മാരെ ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ആ കാസിലിനുള്ളിൽ കൂടെ നടന്നത്. സോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്ലേസ് തോന്നിയത്. പ്രത്യേകിച്ച് അതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേസുകളാണ്. സോ അവന്മാർക്കാണെങ്കിലും ഓടിക്കളിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ ഒട്ടും ടൂറിസ്റ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ടൂറിസ്റ്റിക് റഷ് ഇല്ലാത്തത് കൊണ്ട് വളരെ ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ പ്ലേസും എൻജോയ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേസിൽ ഞങ്ങൾക്ക് അവിടെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. കോട്ടയ്ക്കുള്ളിലുള്ള ഒരു പള്ളിയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വ്യൂ ആണെന്ന് നോക്കി ആ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു ബെറാട്ട് സിറ്റി മുഴുവനായിട്ട് കാണുവാനായിട്ടും അതുപോലെ ഒസുമി നദിയും ആ ബ്രിഡ്ജുകളും എല്ലാം അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ BC 14-ാം നൂറ്റാണ്ടിലോ മറ്റോ നിർമ്മിക്കപ്പെട്ടൊരു പള്ളിയാണിത്. പക്ഷേ ഇത് ഓപ്പൺ അല്ല. നമുക്ക് പുറത്തു നിന്ന് അത് ആസ്വദിക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ പുറത്തു നിന്നുള്ളൊരു വാസ്തുവിദ്യയും അവിടെ നിന്നുള്ളൊരു വ്യൂവും ഒരു രക്ഷയില്ല പറഞ്ഞാൽ. അത് അവിടെ ചെന്ന് നിന്ന് തന്നെ കണ്ടാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ അന്നത്തെ പഴയ ഒരു മോസ്കിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെഡ് മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇവരിവിടെ എഴുതിയിരിക്കുന്നത്. മോസ്കും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കോട്ടയ്ക്കുള്ളിൽ തന്നെ മോസ്കും പള്ളിയും എല്ലാവരും ക്രിസ്ത്യൻ മുസ്ലിം മതത്തിൻ്റെ ഒരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ ബെറാട്ട് കോട്ട എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിൻറ്റ് ജോർജിൻ്റെ ഒരു പഴയ ചർച്ചാണ്. അതിപ്പോൾ ഒരു ടൂറിസ്റ്റിക് ഇൻഫർമേഷൻ സെൻ്ററായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ ആരെയും കണ്ടൊന്നുമില്ല. പക്ഷേ അന്നത്തെ അതേ ബിൽഡിങ് ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഈ കാസിലിൻ്റെ മുമ്പിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റിയുടെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അതായത് ഈ കോട്ടയ്ക്കുള്ളിലൂടെ പോകാതെ തന്നെ, അതായത് കോട്ടയുടെ എൻട്രൻസിൽ നിന്ന് തന്നെ ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ടായിരുന്നു. ആ വഴി കൂടെ നേരെ വന്നായിരുന്നെങ്കിൽ ഈ വ്യൂ പോയിന്റിലേക്ക് എത്താമായിരുന്നു. ഞങ്ങൾ ഈ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയാണ് കോട്ടയ്ക്കുള്ളിൽ കൂടെ സത്യത്തിൽ നടന്നത്. സത്യം പറഞ്ഞാൽ അത് വെർത്തായി, എന്നാലും നല്ല രീതിയിൽ ഞങ്ങൾ നടന്നു. സോ ഞങ്ങൾ അവസാനം അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ആ ഒരു സിറ്റി ഓഫ് 1000 വിൻഡോസിൻ്റെ ഗ്ലോറിക്ക ക്വാർട്ടറാണ് ഇവിടെ നിന്ന് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ ബെറാട്ട് സിറ്റിയും നമുക്കിവിടെ നിന്ന് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു ഫുൾ പനോരമിക് വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഈ കോട്ടയുടെ ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ മതി. അങ്ങനെ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സിറ്റി ഓഫ് 1000 വിൻഡോസും ബെറാട്ട് കാസിലും ഒക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അന്ന് വ്ലോറിലേക്കാണ് പോയത്. വ്ലോറിലാണ് ഞങ്ങളുടെ എയർബിഎൻബി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വ്ലോറിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സുവർണിക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ ഒരു മൊണാസ്ട്രിയും ആ മൊണാസ്ട്രിയിലേക്ക് പോകുന്ന ഒരു വഴിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈൻ വാലി കൂടി ഇങ്ങനെ പോകുമ്പോൾ നാട്ടിലെവിടെയോ കണ്ടു മറന്ന സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നമ്മൾ കുറച്ച് വിജനമായ സ്ഥലത്തേക്ക് കൂടിയാണ് പോയത്. വളരെ വീതി കുറഞ്ഞ ചെറിയ പാതയാണ് അങ്ങോട്ടുള്ളത്. അതിനുശേഷം കുറച്ച് വീടുകളൊക്കെ വന്നു. വീടുകളുടെ ഭാഗം വന്നപ്പോൾ എനിക്ക് ഏതാണ്ട് തമിഴ്നാടിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വീടുകളൊക്കെ ആയിരുന്നു. ഈ അൽബേനിയയിലെ പല ഗ്രാമമേഖലയിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് തമിഴ്നാടും ബാംഗ്ലൂരിലൊക്കെ ഉള്ള വീടുകൾ പോലെ തോന്നാറുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആ സുവർണിക് ഐലൻഡിലേക്ക് പോകുന്ന കാർ പാർക്കിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഐലൻഡിലേക്ക് പോകാനുള്ളൊരു നടപ്പാത. അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിൽ കാറ് പാർക്ക് ചെയ്തു. ഒരു തിരക്കുമില്ല. എല്ലായിടത്തെയും പോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളും അല്ലെങ്കിൽ 1-2 ടൂറിസ്റ്റ് ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലായിടത്തും. സോ ഞങ്ങൾക്ക് ഈ ഒരു സമയം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പേസിൽ യാത്ര ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് വളരെ ലക്കിയാണ്. അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു ചർച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ 2ാം ഭാഗത്തിൽ നിർമ്മിച്ച ഒരു ചർച്ചാണ് ഈ കാണുന്നത്.
ഞങ്ങളെ ഇവിടെ ഏറ്റവും ആകർഷിച്ചത് ഇങ്ങോട്ട് പോകുന്ന ആ ഒരു നടപ്പാതയും ആ ഒരു വ്യൂവും അതുപോലെ ആ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡും ഒക്കെയാണ്. സോ നമ്മളെപ്പോഴും സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകിൽ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പോകുമ്പോൾ നമുക്കതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. സോ അതുപോണക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, പക്ഷേ ഒരു 2 അവർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോയിന്റാണ് ഈ സൂർണിക് ഐലൻഡ്. ഇത് ആക്ച്വലി റിലീജിയസ് ആയിട്ടുള്ള ആളുകളും ഇപ്പോഴും വരുന്നുണ്ട്, അതുപോലെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്കും ഇപ്പോഴും വരുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ നിലവിൽ ഇവിടെ മൊണാസ്ട്രിയിൽ ആരും തന്നെ സ്ഥിരതാമസമില്ല. അവിടെ ഒരു വാച്ചർ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ കൂടെ ഇങ്ങനെ നടന്ന് ഈ മൊണാസ്ട്രിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ഇവിടെ താമസിച്ചിരുന്നവർ എത്ര ലക്കിയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഐലൻഡിൽ മറ്റ് ആളുകളോ മറ്റ് ബിൽഡിങ്ങുകളോ ഒന്നും തന്നെയില്ല. ജസ്റ്റ് ഒരു ഈ മൊണാസ്ട്രിയും ഈ ചർച്ചും മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ചുറ്റും കിളികളുടെ ശബ്ദങ്ങളല്ലാണ്ട് മറ്റൊരു ചെറിയ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. ഒരു മൊണാസ്ട്രിയും അതിനോട് ചേർന്നുള്ളൊരു ചർച്ചും ഒക്കെ സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്ഥലത്താണ് അവരിത് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ എത്തി ഞങ്ങൾ ആ ചർച്ചിലൊക്കെ കയറി. ചർച്ച് ഇപ്പോഴും ഓപ്പണാണ്. നമുക്ക് അവിടെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. മെഴുകുതിരി എത്തിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. BC 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചാണെങ്കിലും ഇന്നും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിലനിൽക്കുന്ന ഒരു ചർച്ച്. അതിനോടൊപ്പം അത്യാവശ്യം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഓടി കളിക്കാൻ പറ്റുന്ന പ്ലേ ഗ്രൗണ്ട് പോലെ കുറേ സ്ഥലവും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായിട്ട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് സീ പോയിൻ്റായിട്ടാണ് എനിക്ക് ഈ സൂർണിക് ഐലൻഡിനെ തോന്നിയത്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സൂർണിക് ഐലൻഡിനോട് വിട പറഞ്ഞ് യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ അൽബേനിയയിലെ ഇന്നത്തെ 4ാമത്തെ ദിവസമാണ്. ആക്ച്വലി 4ാമത്തെ ദിവസം വെച്ചാൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേയും കൂടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി 1-2 സ്ഥലം കൂടി കവർ ചെയ്യാനുണ്ട്. അങ്ങനെ സൂർണിക് ഐലൻഡിനോട് വിട പറഞ്ഞ് മുന്നോട്ട് കാർ പാർക്കിലേക്ക് വരുമ്പോഴാണ് ഞങ്ങളവിടെ ഒരു പഴയ ബങ്ക് കണ്ടത്. ഈ അൽബേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ആയിരക്കണക്കിന് ബങ്കുകളാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വ്ളോറിൽ വന്ന് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ്ര പാസ് എന്ന് പറയും. ലോഗ്ര പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുവാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാവുന്ന ഒരു സ്ഥലമാണ് ലോഗ്ര പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അടിപൊളി സീനിക് വ്യൂ ഉള്ള ഒരു വൈൻഡിങ് റോഡ്സൊക്കെയുള്ള ഒരു അടിപൊളി പാസ്സാണ് ലോഗ്ര പാസ്. എന്നാൽ ഈ വ്ളോറിൽ നിന്ന് തന്നെ വളരെ അടുത്ത് തന്നെയാണ്. ഒരു 1 അവറിന് താഴെയുള്ളൂ ഡിസ്റ്റൻസ് വരിക. വ്ളോർ ഒരു കോസ്റ്റൽ ടൗൺ ആണെങ്കിൽ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കഴിയുമ്പോഴും തന്നെ നമുക്ക് ഇതുപോലത്തെ മൗണ്ടൻസ് കണ്ടു തുടങ്ങും. അപ്പോൾ പെട്ടെന്നാണ് നമ്മളുടെ ജോഗ്രഫി അവിടെ മാറുന്നത്. അവിടുന്ന് പിന്നെ നമുക്കൊരു ടണലോട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വ്ളോഗ്ര പാസിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു എൻട്രൻസിൻ്റെ അടുത്തേക്കാവും. ഇത് അത്യാവശ്യം ലെന്തി ആയിട്ടുള്ള ഒരു ടണലാണ് കേട്ടോ. പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്നാണ് തോന്നുന്നത്. അൽബേനിയയിൽ ഒരുപാട് റോഡ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഒരു ഡെവലപ്പിംഗ് നേഷനായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ റോഡുകൾ ഒത്തിരി ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ടണൽ കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പാസ് കയറാനുള്ള നമ്മൾ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാസ് കയറുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല സത്യം പറഞ്ഞാൽ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് താഴത്തെ വ്യൂ കിട്ടും. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വ്ളോർ തൊട്ട് താഴോട്ട് സൗത്ത് സൈഡിലോട്ട് പോകുമ്പോൾ അൽബേനിയൻ റിവേറിയ എന്നാണ് പറയുന്നത്. അതായത് കുറേ ബീച്ചുകളും അതുപോലെ ഇങ്ങനത്തെ ടോപ്റ്റോയ്സ് വാട്ടർ ഉള്ള കുറേ ബീച്ച് സൈഡുകളുണ്ട്. അപ്പോൾ ആ സൈഡുകളെല്ലാം ചേർത്തിട്ട് പറയുന്ന പേരാണ് അൽബേനിയൻ റിവേറിയ എന്ന്. നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ താഴത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അൽബേനിയൻ റിവേറിയയുടെ വ്യൂസ് ആണ് ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മൾ കാശ്മീരിൻ്റെ മറ്റോ താഴ്വരയിൽ എത്തി എന്നുള്ള കാര്യം. കാരണം പ്രത്യേകിച്ച് നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ മഞ്ഞ മലകളാണ് കാണുന്നത് 2 സൈഡുകളിലും. അതുപോലെ പെട്ടെന്ന് നമുക്ക് ടെമ്പറേച്ചറൊക്കെ കുറച്ച് കുറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പാസിൻ്റെ മുകളിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക്
ഉള്ള വ്യൂ, 360 ആംഗിളുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം വ്യൂ ആസ്വദിക്കാനുള്ള സ്പേസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ എവിടെ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാത്തതുപോലെ തന്നെ ഇവിടെയും തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. നോക്കിക്കേ, എത്ര മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീസ് വരെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അറിയില്ല അത് കറക്റ്റാണോ എന്നുള്ളത്. ഇതിൻ്റെ പുറകിലത്തെ സൈഡിലാണെങ്കിൽ മഞ്ഞുമലകളും ഫ്രണ്ടിലാണെങ്കിൽ ഇതുപോണക്ക് കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന കടലും. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. നിങ്ങൾ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഹൈ റേഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അതുപോലെയുള്ള പാസുകളിലൂടെ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അൽബേനിയയിൽ വരുമ്പോൾ മിസ് ചെയ്യരുതാത്ത ഒരു സ്ഥലമാണ് ഈ ലോഗ്ര പാസ്. ഇത് നമുക്ക് അധികം ദൂരെയൊന്നുമല്ല. സോ എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1027 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പിമ്പിൽ കാണുന്നത് ഈ സെറൂണിയൻ പർവ്വതനിരകളാണ്. സെറൂണിയൻ പർവ്വതനിരകളെയും മുമ്പിൽ കാണുന്ന സീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയോണിയൻ സീയുമാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തെയും കൂടെ യോജിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അൽബേനിയയിലുള്ള ഈ ലോഗ്ര പാസ്. ഏതാണ്ട് 188ഓളം ഹെയർപിൻ വളവുകൾ ഉണ്ട് ഈ പാസിലേക്ക് കയറി വരുമ്പോഴും അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോഴുമായിട്ട്. അതിനുശേഷം നമ്മൾ മുമ്പോട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മൾ പോകുന്നത് ഈ ലോഗ്ര നാഷണൽ പാർക്കിലൂടെയാണ്. പൈൻ മരങ്ങളും ചുരൽ ചെടികളും ഒക്കെ നിറഞ്ഞ ഒരു നാഷണൽ പാർക്കാണ് ഈ ലോഗ്ര നാഷണൽ പാർക്ക്. ഏതാണ്ട് നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് അന്നേരം കിട്ടിയത്. ഭയങ്കര നല്ല ബർത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂസൊക്കെയുള്ള ഒരു വഴി. അതുപോലെ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ആ പോകുന്ന വഴിയിൽ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്ലോറിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പ്രധാന കാരണം ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റുകളും ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. സോ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ പലതും നോക്കിയെങ്കിലും പലതും ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വ്ലോറിലേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്ക് വ്ലോറിൻ്റെ ഒരു പനോരമയ്ക്ക് വ്യൂ കിട്ടുന്നൊരു ഭാഗമുണ്ട്. അവിടെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് നിർത്തിയതാണ്. ഇവിടെ നിന്ന് വ്ലോറ് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. അതിനുശേഷം ഞങ്ങൾ വ്ലോറിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ലേറ്റായി കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഈവനിങ് ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത് ഈ വ്ലോറിലുള്ള ഈ കോസ്റ്റൽ സൈഡിലാണ്. ഇവിടെ ഇവർ ഫുള്ള് ഇങ്ങനെ നടപ്പാതയും നമുക്ക് ഇരിക്കുവാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റെപ്പുകളും ഒക്കെ ക്രമീകരിച്ചേക്കാണ്. അവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഷിപ്പ് യാർഡാണെന്ന് തോന്നുന്നു കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂസ് ഷിപ്പുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ വ്ലോറ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇവരിങ്ങനെ ഫുട്പാത്ത് നിർമ്മിച്ചിട്ടേക്കാണ്. പ്രോമനൈഡ് എന്നാണ് ഇതൊന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനോ നടക്കുവാനോ അല്ലെങ്കിൽ പട്ടികളെ കൊണ്ടൊക്കെ നടക്കുവാനോ എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ആംബിയൻസും ഉണ്ട് കാണാനായിട്ട്. ഞങ്ങളിനി കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൽ വന്നിട്ട് ഞങ്ങളിതിൽ ബീച്ചിൽ ഇറങ്ങി. കാരണം അത്രയ്ക്ക് നല്ല ചൂടായിട്ടില്ല. സോ 18 to 20 degrees ആയിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്ന വെതർ. സോ ജസ്റ്റ് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങളുടെ 4 ദിവസത്തെ അൽബേനിയൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ കമൻറ്റ് ചെയ്യുക. സോ പുതിയ യാത്രാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.